ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ മുത്തശ്ശി തെങ്ങും തെങ്ങിൻ പൂങ്കുല പായസമാണ്. അങ്ങനെ മുത്തശ്ശി തെങ്ങ് മുറിക്കാൻ പോവുകയാണ്. 90 കൊല്ലം പഴക്കമുള്ള തെങ്ങായി മുറിച്ചിരിക്കുന്നത്. 90 കൊല്ലം. വളരെ രസകരമായിട്ടാണ് ഇവർ തെങ്ങ് മുറിച്ച് മാറ്റുന്നത്. തെങ്ങിൻ മണ്ടയിൽ വടം കെട്ടി വളരെ സ്മൂത്തായിട്ടാണ് തെങ്ങിൻ ഓലകൾ വടത്തിലൂടെ ഒഴുക്കി വിടുന്നത്. അതുപോലെ തന്നെ അടുത്തുള്ള കൃഷികൾക്ക് ഒരു കേടുപാടും വരുത്താതാണ് തെങ്ങ് മുറിച്ചു മാറ്റുന്നത്. ഓലയെല്ലാം വെട്ടിയതിന് ശേഷം പീസായിട്ടാണ് ഈ തെങ്ങ് മുറിച്ചിടുന്നത്. ഈ മുത്തശ്ശി തെങ്ങിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. തെങ്ങിന്റെ മണ്ട കട്ട് ചെയ്യുകയാണ്. അത് വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് പഴക്കമുള്ള തെങ്ങായോണ്ട് ഇത് ഫേർണിച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോവുകയാണ്. തെങ്ങ് മുറിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് തെങ്ങിൻ കൂമ്പ് കിട്ടി. ഇനി നമ്മൾ തെങ്ങിൻ പൂങ്കുല പായസമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പായസത്തിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഏലക്ക ഇവയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി തെങ്ങിൻ പൂങ്കുല ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 3-ാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തെങ്ങിൻ പൂക്കുല എടുത്തതിന് ശേഷം ഉടനെ തന്നെ അടുപ്പിലേക്ക് മാറ്റി 3-ാം പാലിൽ വേവിച്ചെടുക്കുക. ഇത് പുറത്ത് വെച്ചാൽ കളർ ചേഞ്ച് ചെയ്യും. നല്ലതുപോലെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ തെങ്ങിൻ പൂങ്കുല യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് ചൗരി ചേർത്ത് കൊടുക്കുന്നത്. ചൗരി 1 വിസിൽ കുക്കറിൽ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൗരി ചേർത്ത് കൊടുത്തതിന് ശേഷം 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ പായസം നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. അവസാനമാണ് നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് 1-ാം പാലാണ് ഇതിലേക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യിൽ വറുത്ത് കോരി മാറ്റിയ ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല യമ്മി ആയിട്ടുള്ള തെങ്ങിൻ പൂങ്കുല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് കാബൂസ് വേൾഡ്. സബ്സ്ക്രൈബ്. ബൈ.